ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മൊബൈൽ ഫോൺ ചാർജറിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ ഒരു ഡിജിറ്റൽ സിഗ്നൽ ഓസിലോസ്കോപ്പ് വെച്ച് മെഷർ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മൊബൈൽ ചാർജറിന്റെ ഔട്ട്പുട്ട് ഒരു DC വോൾട്ടേജ് ആണ്. എന്നാലും അത് പ്യുവർ DC വോൾട്ടേജ് ഇരിക്കണമെന്നില്ല. കാരണം എല്ലാ മൊബൈൽ ചാർജറും വർക്ക് ചെയ്യുന്നത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. നമ്മളുടെ വീട്ടിലെത്തുന്ന AC വോൾട്ടേജിനെ DC ആക്കിക്കൊണ്ട് വീണ്ടും AC ആക്കി വീണ്ടും DC ആക്കിക്കൊണ്ടാണ് ഈ സ്വിച്ച് മോഡ് പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വിച്ചിങ് നടക്കുന്നതുകൊണ്ട് ആ സ്വിച്ചിങ്ങിന്റെ എല്ലാ ഇംപെർഫെക്ഷനാലിറ്റിയും നമ്മുടെ ഔട്ട്പുട്ടിൽ റിഫ്ലക്ട് ചെയ്യപ്പെടും. പക്ഷേ അത് ഒരു പരിധി കൂടുതൽ മുകളിലോട്ടോ താഴോട്ടോ പോകാൻ നമ്മളുടെ ഈ മൊബൈൽ ഫോൺ ചാർജറിലെ സർക്യൂട്ട് അനുവദിക്കില്ല. ഏറെക്കുറെ അത് സ്റ്റാൻഡേർഡ് ആയിട്ട് 5% ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ 5% മുകളിലോ താഴെ പോയാൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബാറ്ററിക്ക് അത് ദോഷകരമായി ബാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മൊബൈൽ ഫോൺ ചാർജർ നമ്മളെ സിഗ്നൽ ഓസിലേറ്ററിൽ കണക്ട് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് വേരിയേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മൊബൈൽ ചാർജറിന്റെ ഔട്ട്പുട്ട് വയറിൽ നമ്മളെ ഡിജിറ്റൽ സിഗ്നൽ ഓസിലോസ്കോപ്പിന്റെ പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് വയർ ബ്ലാക്കിലും പ്രോബിന്റെ പോസിറ്റീവ് വയർ റെഡിലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ റീജിയണിന്റെ DS സീരീസിലെ ഒരു ഓസിലോസ്കോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ പ്രോബ് കണക്ട് ചെയ്യാം, എന്നിട്ട് ഓൺ ആക്കി നോക്കാം. ഇവിടെ നമ്മൾ ഓസിലോസ്കോപ്പിന്റെ കഴ്സർ ഉപയോഗിച്ചിട്ടുള്ള മെഷർമെന്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കൂടാതെ അതിലെ മെഷർ എന്ന ഫങ്ഷനാലിറ്റിയിൽ നിന്നും നമുക്ക് വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് മിനിമം ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ DSO വോൾട്ടേജ് മാക്സിമം മിനിമം മെഷർ ചെയ്യും. ഓസിലോസ്കോപ്പിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ ഫങ്ഷനാലിറ്റി എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ചെയ്യാം. ഇവിടെ നമുക്ക് ഓസിലോസ്കോപ്പിന്റെ സ്ക്രീനിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അതായത് DC വോൾട്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻ ഉണ്ടായിക്കൊണ്ടാണ് DC വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അതിനൊരു Vmaxും ഒരു Vminimum ഉണ്ട്. ഇനി നമുക്കത് കഴ്സർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം, എന്നിട്ട് അതിന്റെ വേരിയേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി കഴ്സർ പൊസിഷനും വോൾട്ടേജ് മെഷർമെന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്, Vmaxും Vminimum. കഴ്സറിന്റെ റീഡിങ് നിങ്ങൾക്ക് റൈറ്റ് ടോപ്പ് കോർണറിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. Vmaximum, അതായത് ടോപ്പ് കഴ്സർ A കാണിക്കുന്നത് 5.36ഉം കഴ്സർ B കാണിക്കുന്നത് 5.12 ആണ്. അതിൻ്റെ ഡിഫറൻസ് 240 millivolt ആണ്. അതുപോലെ തന്നെ ബോട്ടം ലെഫ്റ്റിൽ 5.28 വോൾട്ടേജ് Vmaxും 5.04 വോൾട്ടേജ് Vminimum കാണിക്കുന്നുണ്ട്. ആ യെല്ലോയിൽ കാണിക്കുന്ന മെഷർമെന്റ് ഓസിലോസ്കോപ്പ് ഓട്ടോമാറ്റിക്കലി മെഷർ ചെയ്യുന്നതാണ്. കഴ്സർ വാല്യൂ നമ്മൾ മാനുവലി ആയിട്ട് മെഷർ ചെയ്യുന്ന വാല്യൂ ആണ്. ഏകദേശം ഈ രണ്ട് വാല്യൂവും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, മാച്ച് ആവുന്നുണ്ട്. 5.28 മൈനസ് 5.04 0.24 ആണല്ലോ. അപ്പോൾ 0.24 വോൾട്ടാണ് ഡിഫറൻസ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ്റെ ഇക്വേഷൻ, Vmax മൈനസ് Vminimum ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഇൻറ്റു 100. അതാണ് ഒരു പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ. നമുക്ക് ആവറേജ് വാല്യൂ 5.24 പ്ലസ് 5.28 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 5.26 എന്ന് കിട്ടും. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Vmax മൈനസ് Vminimum ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണല്ലോ. അപ്പോൾ നമുക്ക്
ഏകദേശം 0.00760% കിട്ടും. ഇതൊരു നല്ല വാല്യൂ ആണ്, വെരി ഗുഡ് വാല്യൂ ആണ്. ഇത് വേരിയേഷൻ 1% പോലും ഇല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ചാർജർ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു DC നമുക്ക് തരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ.